അപ്പോൾ ഗൈസ് നമ്മൾ നേരം വെളുത്ത് ഞാൻ എണീറ്റ് വന്നിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ എന്തൊക്കെ നടക്കുന്നത് അതൊക്കെ ഒന്ന് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ തന്നെ. അപ്പോൾ എണീറ്റ് വന്ന പഠനം ഉണ്ട് ദോശ ഉണ്ടാക്കണം കേട്ടോ. എന്താ കറുത്ത കളർ ദോശ എന്നല്ല വിചാരിക്കുന്നത്. കറുത്ത കളർ ദോശ എന്ന് പറഞ്ഞാൽ രാഗി ദോശയാണ് കേട്ടോ. അപ്പോൾ ആയെന്ന് പറഞ്ഞാൽ ആദ്യം ആരെന്ന് പറയാം, അതിൻ്റെ ചേച്ചിയാണ്, മൂത്ത ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ 5 മക്കളാണ്, അതിലെ മൂത്ത ആളാണ് ആയ. പന്നാപ്പി വിളിക്കും ആയമ്മാന്ന്, ഞങ്ങൾക്ക് ആയെന്ന് വിളിക്കും. ശരിക്കും പേര് വിചിത്ര എന്നാണ് കേട്ടോ. അപ്പോൾ ഈ കറുത്ത ദോശ എന്ന് പറഞ്ഞാൽ രാഗി ദോശ അച്ഛനുള്ളതാണ് കേട്ടോ. അച്ഛൻ്റെ ഫോണിൽ എന്ന് യൂട്യൂബ് വന്നോ അന്ന് തൊട്ട് അച്ഛൻ യൂട്യൂബ് എന്തൊക്കെയാണ് പറഞ്ഞത് അതനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ പ്രമേഹം, പ്രഷർ, ഷുഗർ എല്ലാ അസുഖങ്ങളും ഒരാളാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ തന്നെ കൺട്രോൾ ചെയ്ത് എല്ലാതും കുറഞ്ഞു കേട്ടോ. പ്രഷറായാലും കുറഞ്ഞെന്നല്ല, നോർമലായി, ഷുഗറായാലും നോർമലായി ഒക്കെ കേട്ടോ. അപ്പോൾ അച്ഛൻ ഫുഡ് കൺട്രോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അച്ഛൻ രാഗിദോശയും സാമ്പാറും പിന്നെ പച്ചക്കായ നമ്മുടെ സ്വന്തമാണ് കേട്ടോ അച്ഛന്. എവിടെ കണ്ടാലും പച്ചക്കായ അച്ഛന് വേണേ. അപ്പോൾ പച്ചക്കായ ജസ്റ്റ് ഒന്ന് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് കടുകിട്ടിട്ട് ഒന്ന് വറവിട്ടിട്ടോ. അപ്പോൾ അത് അച്ഛന് കൊടുത്തു. അച്ഛൻ്റെ കാര്യം സെറ്റാക്കിട്ടോ. അച്ഛൻ രാവിലെ തന്നെ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നോക്കിയപ്പോണ്ട് ആയ നേരെ വട ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുന്നത് കണ്ടു. മാവ് കുഴച്ചു. അതിലോട്ട് ഒന്ന് കുരുമുളകിൻ്റെ 2-3 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആയ നന്നായി കുഴക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വയ്ക്കും നേരമില്ലാത്ത നേരത്തെ എന്തിനാണ് വടാന്ന്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യമില്ല നേരം വിളിക്കുമ്പോൾ. അപ്പോൾ അവൾക്ക് താല്പര്യം വട ഉണ്ടാക്കാൻ. ഓക്കെ, വടയെങ്കിൽ വട. അങ്ങനെ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ടോ. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വട എങ്ങനെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. അപ്പോൾ അവളത് നന്നായിട്ട് വെള്ളത്തിലൊക്കെ നന്നായി കൈയൊക്കെ നനച്ചിട്ട് ജസ്റ്റ് ഒരു ഹോളിനേക്ക് നേരെ എണ്ണയിലിട്ടിട്ട് കേട്ടോ. എണ്ണയിലിട്ടിട്ട് ലാസ്റ്റ് എനിക്ക് പറഞ്ഞുതരുമോ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഞാനിപ്പോൾ പോകും, എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ അവൾക്ക് 8-9 മണി 9:30 ചേച്ചി പോകും കേട്ടോ. അപ്പോൾ ബാക്കി മാവൊക്കെ തന്ന് ഏൽപ്പിക്കും അതിങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എങ്ങനെ ആവുമെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഉഴുന്നുവട നന്നായി കഴിക്കുകയൊക്കെ ചെയ്യും, കടയിൽ നിന്ന് കിട്ടുമ്പോൾ വാങ്ങി കഴിക്കും. പക്ഷെ ഇതുണ്ടാക്കുന്ന രീതി എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ചേച്ചി ഏകദേശം പറഞ്ഞനുസരിച്ച് ഞാൻ ആ മാവൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി ഉഴുന്നുവട എന്നല്ല, ബാക്കി മാവൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നമുക്ക് പൊന്നാപ്പിക്കാണെങ്കിൽ ദോശ വേണമെന്ന് അച്ഛൻ ഉണ്ടാക്കി അതുപോലത്തെ ദോശ വേണമെന്ന്. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കി അത് കൂട്ടി രാഗി ദോശ 2-3 പൊന്നാപ്പിക്കും ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ തന്നെ കുടിക്കാൻ വെള്ളമാക്കി കേട്ടോ. പിന്നെ കുറച്ച് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ രാഗി ദോശ പെട്ടെന്ന് ഇങ്ങനെ കട്ട കുത്തിട്ടപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയാണ് ചൂടേണ്ടത് കേട്ടോ. അപ്പം പിന്നെ ഇത് നമ്മുടെ സ്വന്തം കയ്പങ്കട്ട, നമ്മളെ വീട്ടിൽ നമ്മൾ വിളയിച്ചെടുത്ത കയ്പങ്കട്ട 2 ദിവസമായി പൊട്ടിച്ചിട്ട് മഞ്ഞ കളറൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ഗൈസ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കയ്പങ്ങാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായത് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനത് തിരൂരിൽ പോയിട്ട് വിത്ത് വാങ്ങി കുഴിച്ചിട്ട് അച്ഛനാണ് സെറ്റാക്കി എടുത്തിട്ട് പന്തലും കാര്യങ്ങളൊക്കെ പാവം അച്ഛൻ തന്നെ സെറ്റാക്കി എടുത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വരാൻ വേണ്ടി കാത്തു നിന്നിരുന്നു. അങ്ങനെ 3 കയ്പങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കയ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് നല്ല പച്ചക്കളർ, 2 മൂത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പൊട്ടിച്ചതായിരുന്നേ. പക്ഷേ മൂത്ത് കഴിഞ്ഞാൽ നമ്മളതൊന്നും കളയില്ല. ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ നന്നായി ചുവന്നിരുന്നപ്പോൾ ഞാനതിൻ്റെ വിത്തൊക്കെ എടുത്ത് ഞാൻ കഴിച്ചിട്ടോ. ചുവപ്പല്ല, നല്ല മധുരമാണ് കേട്ടോ. ഞാനൊക്കെ കഴിക്കാറുണ്ട്, ഞങ്ങൾ വീട്ടിലും കഴിക്കാറൊക്കെ ഉണ്ട്, നല്ല മധുരം. അപ്പോൾ ആരൊക്കെ പറഞ്ഞത് കയ്പ്പല്ലേ, പിന്നെ എങ്ങനെ ഇത് കഴിക്കാൻ പറ്റാന്ന്. പക്ഷെ നമുക്കൊന്നും പ്രശ്നമല്ല ഗൈസ്, കയ്പ്പങ്ങ എന്ന് പറയുമ്പോൾ കയ്പ്പാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങളത് ചെറുതാക്കി അരിഞ്ഞിട്ടോ. നന്നായി ഞാൻ കുഞ്ഞാക്കി അരിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ട് മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തോരൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുവാണ്. അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് സവാള വേണേ, വലിയുള്ളി നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ടോ. ഇതിന് നമ്മൾ നേരെ ചട്ടി അങ്ങോട്ട് അടുപ്പത്തൊക്കെ കയറ്റിയിട്ട് അതിലോട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണയുടെ കുപ്പിയും പാത്രമൊക്കെ ഞാൻ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് തീയങ്ങ് കത്തിപ്പിടിക്കണ്ടേ. എനിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ഒന്നാമത് ചൂടും തീൻ്റെ പുകയും ഇലതും കൂടെ കൊണ്ട് ഭ്രാന്ത് പിടിക്കണം ഗൈസ്. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് ചച്ച ആവശ്യമായി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, കടുക് പൊട്ടിക്കണം. പിന്നെ നമ്മൾ നന്നായി കഴുകി ഇതാക്കി വെച്ച് കയ്പങ്ങലിട്ട് കൊടുക്കണം. അടുപ്പിൻ്റെ ചൂട് എല്ലാം കൂടി ഇട്ട് പൊന്നടാവേ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ അച്ഛന് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചത്. അച്ഛന് ഇപ്പോൾ ഇവിടെ ഒരു ആയുർവേദം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു പൊടിയുണ്ട്, അതിട്ട് അച്ഛന് വെള്ളം നന്നായി തിളപ്പിക്കണം. പിന്നെ നമുക്ക് നിറയെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറിന് മേലെ തന്നെ ഞാൻ വെള്ളം വെച്ച് കാണിച്ചിട്ട് ഇനി വേറെ വെള്ളം തിളപ്പിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളവും ഞാൻ അടുപ്പത്തിന് വെച്ചതാക്കിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടേണ്ടേ. അപ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ കയ്പങ്ങ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച വലിയുള്ളി അങ്ങ് ഇട്ട് കൊടുക്കണം.
നന്നായിട്ട് അങ്ങോട്ട് ചെറപ്പറ എന്നാണ്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഇത് തീ കത്താത്ത കാരണം കൊണ്ട് ഇത് വേവാനും ഭയങ്കര പാടായിരിക്കും. കുറേ നേരം ഊതിയിട്ടാണ് ഒരടുപ്പത്തിൽ മറ്റേ അടുപ്പ് നന്നായിട്ട് കത്തും കേട്ടോ. പക്ഷേ ഈ അടുപ്പിൽ കത്തിക്കാൻ കുറേ പാടാണ്. കാരണം വെച്ചാൽ നമ്മളധികം ഈ അടുപ്പ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഏകദേശം ഞാൻ ഈ അടുപ്പ് തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ ചോറാകുമ്പോഴേക്കും തോരനൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഉള്ളിയൊക്കെ നമ്മളതിലിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെല്ലുള്ളി നന്നായിട്ട് പാകമായി കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചോറ് ഞാൻ ഊറ്റി വെച്ചു. ഇതാട്ടോ നമ്മൾ പിന്നെ മുരിങ്ങൻ്റെ ഇല ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു. ഈ മുരിങ്ങൻ്റെ ഇല കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അല്ലിയൊക്കെ വേറെടുത്തിട്ട് മുരിങ്ങൻ്റെ ഇല തോരനും വെച്ചു. പൊന്നാപ്പി ആ നേരം കൂടി പാവട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴുകാൻ മുത്തമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആളിവിടെ നിർത്തി ചുമ്മാ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സഹായിക്കാൻ വേണ്ടി കൂടിയ ആളാണ്. ആളിനേക്കാളും വലിയ കളിയാണ്. അപ്പോൾ കമ്മലൊക്കെ കൂട്ടി ആൾ ജിമിക്കൊക്കെ ഇട്ടിട്ടൊന്ന് കെടാട്ടിയതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നല്ല തേങ്ങ അരച്ച് വെത്തളിൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ വെത്തളിൻ്റെ കറി വെത്തളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുവ നത്തോലി കുഞ്ഞു മീനല്ലേ ഞങ്ങളുടെ വെത്തളം എന്നാട്ടോ പറയാം. അപ്പോൾ അത് തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചേച്ചി ഉണ്ടാക്കി പോകുമ്പോൾ തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എന്നോട് പറഞ്ഞു മറ്റേ ചെറിയ നമ്മൾ ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറവിടില്ല അങ്ങനെ ആക്കിയിടാൻ പറഞ്ഞത്. ആ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഇതാക്കിട്ടോ. അങ്ങനെ നേരെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ റാക്കും കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. ക്ലീനിങ് അതിന് കൂടെ തന്നെ ചെയ്തില്ല. അങ്ങനെ പിന്നെ അവിടെ കിടക്കും. ക്ലീൻ ചെയ്ത് നന്നായിട്ട് പൊന്നാപ്പിക്കൂടെ കൂടെയുള്ള കാരണം വെള്ളം കളിയാണ്. മൊത്തത്തിൻ്റെ കൂടെ നിന്നിട്ട് കുറേ നേരം ഞാൻ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ അവൾ വന്നിട്ട് വെറുതെ ചുമ്മാ പൈപ്പ് വന്നോട്ട് പിന്നെ ചുമ്മാ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ഈ റാക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം. ഇനിയും കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ അടുക്കച്ചിൻ്റെ പിന്നാലെ നടക്കുവാണ്. അവൾക്ക് അതിൽ കണ്ടില്ല വലിയ ജിമിക്കൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ പോസ് കാണിച്ച് നിൽക്കുകയാണ്. അതിന് പിന്നെ നമുക്ക് അടുക്കള ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണേ. അപ്പോൾ അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് അടുക്കളയും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി പിന്നെ പൊന്നാപ്പിൻ്റെ കുറേ പ്രഹസനങ്ങളോട്ടോ ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെ വെച്ച് കാട്ടി കൂട്ടുവാണ്. പിന്നെ അച്ഛനാണ് കുറച്ച് ഓല വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. എനിക്ക് കുറേ മുന്നൊക്കെ ഞാൻ ഓല മടിഞ്ഞുള്ള ഇരുന്നുള്ളൂ കേട്ടോ. നമ്മളാ വീടൊക്കെ ആദ്യം ഓല വീടായിരുന്നേ. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ ഓല മടിയായിരുന്നു. അടുത്ത വീട്ടിലൊക്കെ ചെന്ന് ഇരുന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഓലൊക്കെ മുടഞ്ഞിടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു 3-4 ഓല ഉണ്ട്, ഒന്ന് മുടഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്ക് കുറേ വർഷങ്ങൾ തന്നെ 4-ാം 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാട്ടോ, ഓർമ്മ പോലും ഇല്ലാത്ത ടൈമിൽ. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഞാൻ ഓലൊക്കെ കുതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ഓലൊക്കെ മുടഞ്ഞ് അച്ഛന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛന് എവിടെ പുറത്ത് നമ്മുടെ വാർക്കപ്പുറത്ത് ടാങ്ക് ഉണ്ട്. അപ്പോൾ മറ്റേ ടാങ്കാണ് പണ്ട്, ഇപ്പോൾ അല്ല മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ, പണ്ട് നമ്മളെ വീടിൻ്റെ ടെറസിന്മേൽ തന്നെ പിടിപ്പിക്കണ മറ്റേ സിമെൻറ്റിൻ്റെ ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ മേലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓല ഇടുന്നത്. അതിന് മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രാവ് ഇതൊക്കെ വന്ന് നമുക്ക് ഇടുന്ന് അത് താന്നു പോകും. അപ്പോൾ ഓലയും കൂടി ഒരു മേലിട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓല എന്നെ കൂടെ മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഓലമടത്തിലൊക്കെ ഒരു ഏകദേശം സെറ്റാക്കിയ ശേഷം നമ്മളത് മുരിങ്ങത്തോരനും വെത്തൽ വറുത്തതും അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ അരച്ച വെത്തലിൻ്റെ കറിയും ഇതിട്ട് ഞാനുണ്ടാക്കിയ കയ്പങ്കടത്തോ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു 1.5 ഫുഡ് അങ്ങോട്ട് കഴിക്കണം ഗൈസ്. വിശന്ന് വലഞ്ഞിരിക്കുക. അപ്പോൾ അത് നമ്മൾ നേരൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കണം ഗൈസ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിന്ന് ലോങ് വീഡിയോ ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനിയും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.